നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അനുവദിച്ച 3.25 കോടി രൂപ ചെലവിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച ആധുനിക ലാബ്, വനിതാ വാർഡ്, ഹാൾ എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രിയെ പങ്കെടുപ്പിക്കാത്തതിലും കേന്ദ്ര സർക്കാരിന്റെ പങ്കിനെ പരാമർശിക്കാത്തതിലും പ്രതിഷേധിച്ച് BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പുതുക്കാട് സെന്ററിൽ നിന്നാരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു. BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. എറണാകുളം മേഖലാ ട്രഷറർ VV രാജേഷ്, BJP സംസ്ഥാന സമിതി അംഗം PG ജയൻ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാന്ത് അയ്യഞ്ചിറ, മണ്ഡലം ജനറൽ സെക്രട്ടറി രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. കാട്ടൂർ SNDP ക്ഷേത്രത്തിലെ കാവടി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കളെ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. എടത്തിരുത്തി ചന്ദ്രാപ്പന്നി ഈസ്റ്റ് സ്വദേശി അനു, ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച ബന്ധു കിഴപ്പിള്ളിക്കര സ്വദേശി ജിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 28 രാത്രി 8:45 സംഭവം. ക്ഷേത്രത്തിന് സമീപമുള്ള ജംഗ്ഷനിൽ വെച്ച് സ്കൂട്ടറിൽ വന്ന പ്രതികളെ പരിക്കേറ്റ യുവാക്കൾ തടഞ്ഞു നിർത്തിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കാട്ടൂർ ആശാരിക്ക് സ്വദേശി അമൽ, കുന്നത്തുപീടിക സ്വദേശി സൂരജ് എന്നിവർക്കാണ് കുത്തേറ്റത്. അമലിന് വയറിലും സൂരജിന് നെഞ്ചിലുമാണ് പരിക്കേറ്റത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇരിഞ്ഞാലക്കുട DYSP സന്തോഷിന്റെ നേതൃത്വത്തിൽ കാട്ടൂർ SHO, SI ബാബു ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും സർക്കം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്റ്റി ജോസ് കല്ലറിക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക TM ശകുന്തള, വൈസ് പ്രസിഡന്റ് മിനി, CC ബിജു, KR ഔസേപ്പ്, അക്ഷയ് സന്തോഷ്, ബിജു തെക്കൻ, സ്വാതി സനീഷ്, ഷിബി സുബ്രഹ്മണ്യൻ, പ്രീതി ജേക്കബ്, PTA പ്രസിഡന്റ് TR രാകേഷ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാവിരുന്നും അരങ്ങേറി. സമൂഹത്തിൽ ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശം പകരുക എന്ന ലക്ഷ്യവുമായി നെന്മണിക്കരയിൽ ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം മഠാധിപതി സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരനും ഗാനരചയിതാവുമായ ഹരിദാസ് ഹിന്ദുസ്ഥാൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം വിഭാഗ് പ്രൗഢപ്രമുഖ് K. ലൗലേഷ്, ജ്യോതിഷ പണ്ഡിതരായ വിദ്യാധരൻ മാസ്റ്റർ ഇറവക്കാട്, പ്രഭാഷ് പണിക്കർ, NSS കരയോഗം പ്രസിഡന്റ് PR സതീഷ്, SNDP ചിറ്റിശ്ശേരി മേഖലാ പ്രസിഡന്റ് ഷീബു കീടായി, സംഘാടക സമിതി കൺവീനർ CK ശ്രീനിവാസൻ, സഹകൺവീനർ AG രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയ സേവക സംഘം പലപ്പോഴും വിവാദ വേദികളിൽ അവതരിപ്പിക്കാറുണ്ട്. തൃശൂർ ജില്ലാ കളക്ടറായി ശിഖ സുരേന്ദ്രൻ ചുമതലയേറ്റു. ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ ചുമതലയിൽ നിന്നാണ് ജില്ലാ കളക്ടറായുള്ള ശിഖ സുരേന്ദ്രന്റെ ആദ്യ നിയമനം. തൃശൂർ കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി സ്ഥലം മാറ്റിയ സാഹചര്യത്തിലാണ് പുതിയ കളക്ടർ ചുമതലയേറ്റത്. കേരള ടൂറിസം ഡയറക്ടർ പദവിയിൽ നിന്നാണ് അവർ ജില്ലാ ഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് എത്തിയത്. ജില്ലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഉദ്യോഗസ്ഥയാണ് ശിഖ സുരേന്ദ്രൻ. നേരത്തെ തൃശൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുള്ളത് അവർക്ക് ഭരണനിർവഹണത്തിൽ മുതൽക്കൂട്ടാകും. 2018 കേരള കേഡർ IAS ഉദ്യോഗസ്ഥയായ ശിഖ സുരേന്ദ്രൻ എറണാകുളം സ്വദേശിയാണ്. കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് സിവിൽ സർവീസിംഗ് ബിരുദം നേടിയ ശേഷം സിവിൽ സർവീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർ 2 വർഷമാണ് കഠിനമായി പരിശ്രമിച്ചത്. കോട്ടയത്ത് അസിസ്റ്റന്റ് കളക്ടർ, കൊല്ലത്തും ഒറ്റപ്പാലത്തും സബ് കളക്ടർ, തൃശൂരിൽ ജില്ലാ വികസന കമ്മീഷണർ, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറി, കേരളത്തിലെ ലൈഫ് മിഷന്റെ CEO എന്നീ പദവികൾ അവർ വഹിച്ചിട്ടുണ്ട്.
നിലവിൽ ടൂറിസം വകുപ്പ് ഡയറക്ടറായും കേരള ടൂറിസം വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായും അവർ സേവനമനുഷ്ഠിക്കുന്നു. മലയാളം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ച ശിഖ ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രമേ IAS കിട്ടൂ എന്ന പൊതുധാരണയെ തിരുത്തിക്കുറിക്കുകയായിരുന്നു. അക്കാഡമിക് തലത്തിലും തിളക്കമാർന്ന വിജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. +2 മലയാളത്തിന് 100-ൽ 100 മാർക്ക് നേടിയ ശിഖ SSLC മുതൽ മികച്ച വിജയമാണ് തുടർന്നു പോന്നത്. BTech പഠനകാലത്ത് മികച്ച വിദ്യാർത്ഥിക്കുള്ള സമ്മാനവും അവർ നേടിയിട്ടുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 15,565 രൂപയും പവന് 1,24,520 രൂപയും രേഖപ്പെടുത്തി. പൂക്കോട് കൈപ്പിള്ളി അപ്പുനായർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. അളഗപ്പ ടെക്സ്റ്റൈൽ മിൽ സഹകരണ സംഘം ആദ്യകാല സെക്രട്ടറി ആയിരുന്നു. സംസ്കാരം നടത്തി. നിർമ്മല ഭായിയാണ് ഭാര്യ. വിജയലക്ഷ്മി, പ്രേമലത, പത്മിനി, ജയകുമാർ, ശൈലജ, മനോജ് കുമാർ എന്നിവർ മക്കളും ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, ജയൻ, മാലിനി, സുരേഷ്, ലക്ഷ്മി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.